എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂരം നക്ഷത്രക്കാർക്ക് 2025 എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പൂരം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് 2025. പല ലക്ഷ്യങ്ങളും പ്രാപ്തമാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ പെട്ടെന്ന് പല നേട്ടങ്ങളുമൊക്കെ ഈ 2025 ഇവരെ തേടി വരുന്നത് ആയിരിക്കും. ജനുവരി മാസത്തിൽ ഭൂമിയുടെയൊക്കെ ക്രയവിക്രയത്തിലൂടെ ലാഭം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഭൂമി സംബന്ധമായ ബിസിനസ്സൊക്കെ നടത്തുന്നവരാണെങ്കിൽ വളരെയധികം ഗുണപ്രദമാണ് ജനുവരി മാസം. അതുപോലെ പൂർവ്വ സ്വത്തുക്കളൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ അവർക്ക് പൂർവ്വ സ്വത്തുക്കളൊക്കെ ലഭിക്കുന്നതാണ്. പുണ്യ സങ്കേതങ്ങളൊക്കെ ദർശിക്കാനോ കുടുംബാംഗങ്ങളോടൊത്തെ ടൂർ പ്രോഗ്രാമൊക്കെ നടത്താനോ ഒക്കെ സാധിക്കുന്നതാണ്. ഗ്രഹമൊക്കെ മോടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജനുവരി മാസത്തിൽ ഗ്രഹമൊക്കെ മോടി പിടിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം നാൽക്കാലികളിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകുന്നതാണ്. അതുപോലെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന വ്യക്തികളെയൊക്കെ സന്ദർശിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. എന്നാലും മനസ്സിന് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ചാഞ്ചാട്ടമൊക്കെ ജനുവരി മാസത്തിൽ ഉണ്ടായേക്കാം. ഫെബ്രുവരി മാസം ഉത്തമ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ വിദേശ ജോലിക്കുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. അതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ പഠനമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. തൊഴിൽ രംഗത്തും വളരെയധികം ഗുണകരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ എന്തെങ്കിലും രീതിയിൽ ധനങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുന്നവരാണെങ്കിൽ ആ ധനമൊക്കെ ലഭിക്കുന്നതിനുള്ള മാർഗമൊക്കെ തുറന്നു കിട്ടുന്നതാണ്. പുതിയതായി വിവാഹമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുകയും വിവാഹമൊക്കെ നടക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. വീട്ടിലേക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങാനുള്ള അവസരങ്ങൾ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക നിലയും ഫെബ്രുവരി മാസത്തിൽ കൂടുതൽ മെച്ചപ്പെടുന്നതാണ്. മാർച്ച് മാസത്തിൽ അപ്രതീക്ഷിതമായി കുറച്ച് ധനമൊക്കെ കൈവരുന്ന മാർഗം ലഭിക്കുന്നതാണ്. ലോട്ടറി മുഖേനയോ ഭാഗ്യപരീക്ഷണങ്ങൾ മുഖേനയോ ഒക്കെയുള്ള ധനലബ്ധിക്കുള്ള യോഗമുണ്ട്. തുടർന്ന് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. അതുപോലെ ഭാവിയൊക്കെ ലക്ഷ്യമാക്കി നിക്ഷേപങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ മാസത്തിൻ്റെ മധ്യഭാഗമൊക്കെ കഴിയുമ്പോൾ ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായി വരുന്നതാണ്. ആ സമയത്ത് ചിലവുകളും ഈ മാർച്ച് മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലവുകളും അല്പം അധികരിച്ചേക്കാം. ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കം അത്ര നല്ലതായിരിക്കില്ല. എന്നാൽ പകുതിക്ക് ശേഷം ഗുണകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വിവാഹമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. പ്രണയ സാഫല്യമൊക്കെ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുന്നതാണ്. പരീക്ഷകളിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ പരീക്ഷകളിലൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു വിജയമൊക്കെ ഉണ്ടാകുന്നതാണ്. പുതിയ ജോലിക്കായിട്ടൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ആ ശ്രമങ്ങളൊക്കെ ഫലവത്താകുന്നതാണ്. എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യബോധത്തോടു കൂടിയൊക്കെ കാര്യങ്ങൾ നീക്കാനായിട്ട് ഏപ്രിൽ മാസത്തിൽ സാധിക്കുന്നതാണ്. പുതിയ വസ്തുവൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏപ്രിൽ മാസം ഗുണകരമാണ്. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ ഏപ്രിൽ മാസത്തിൽ അതൊക്കെ ലഭിക്കുന്നതാണ്. മെയ് മാസത്തിൽ പോലീസിലെ സൈന്യത്തിലെയൊക്കെ ജോലി ചെയ്യുന്നവരോ അതിനുവേണ്ടി ടെസ്റ്റിനോ ഒക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഗുണകരമായ സമയം തന്നെയാണ്. പുതിയ സ്ഥലം വാങ്ങാനുള്ള തീരുമാനമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നടപ്പാക്കാൻ സാധിക്കുന്നതാണ് മെയ് മാസത്തിൽ. കൃഷിയിലൊക്കെ വളരെയധികം ശ്രദ്ധയൊക്കെ ഈ മെയ് മാസത്തിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കുന്നതാണ്. ഭൂമി സംബന്ധമായ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഈ സമയത്ത് ശ്രദ്ധ ഉണ്ടാകുന്നതാണ് മെയ് മാസത്തിൽ. അതുപോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായമോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും സേവനങ്ങളോ ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഈ മെയ് മാസത്തിൽ ലഭിക്കുന്നതാണ്. ജൂൺ മാസം പുതിയ ജോലിക്കായിട്ടൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ ജോലിയൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ നിലവിലുള്ള ജോലികൾ കൂടുതൽ വിപുലമാക്കാനും കൂടുതൽ പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും സാധിക്കുന്നതാണ്. കൃഷി കാര്യങ്ങളിലോ ഒക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കുന്നതാണ്. വിവാഹമൊക്കെ അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതനുസരിച്ചുള്ള വിവാഹം ലഭിക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്കും
ജൂൺ മാസം വളരെയധികം പ്രതീക്ഷ നൽകുന്ന മാസമാണ്. ജൂലൈ മാസത്തിൽ എന്തെങ്കിലും ആഡംബര വസ്തുക്കൾ വാങ്ങുകയോ അല്ലെങ്കിൽ വീടൊക്കെ കൂടുതൽ മനോഹരമാക്കാനോ ഒക്കെ സാധിക്കുന്നതാണ്. പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വർണമൊക്കെ ആ സമയത്ത് ലഭിക്കുന്നതാണ് ജൂലൈ മാസത്തിൽ. തൊഴിൽ രംഗത്താണെങ്കിൽ ധാരാളം അവസരങ്ങളൊക്കെ വരുന്നതും അതുമൂലം സാമ്പത്തിക മെച്ചവും ഒക്കെ കാണുന്നുണ്ട്. വിവാഹ വിഷയത്തിലാണെങ്കിലും വിവാഹം ആലോചിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിന് നടന്നു കിട്ടുന്നതിനുള്ള അവസരങ്ങളൊക്കെ ജൂലൈ മാസത്തിൽ ഉണ്ടാകുന്നതാണ്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെയധികം പുരോഗതി ഉണ്ടാകുന്ന മാസമാണ് ജൂലൈ മാസം. അതുപോലെ മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ആകർഷണീയത വർദ്ധിക്കുന്നതാണ് ജൂലൈ മാസത്തിൽ. ആഗസ്റ്റ് മാസം പരീക്ഷകളിലും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂ ഒക്കെ അഭിമുഖീകരിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ നല്ല വിജയപ്രതീക്ഷ കാണുന്നുണ്ട്. അതുപോലെ ഏറെ നാളായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കും. ഉല്ലാസയാത്രകൾ ചെയ്യാൻ, ക്ഷേത്രങ്ങൾ ദർശിക്കാൻ ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ആഗസ്റ്റ് മാസം. വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. കൃഷിയൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ് ഓഗസ്റ്റ് മാസം. സാമ്പത്തികപരമായും ഗുണകരമായ മാസം തന്നെയാണ് ഓഗസ്റ്റ് മാസം. സെപ്റ്റംബർ മാസത്തിൽ അല്പം ശാരീരിക അസ്വസ്ഥതകളെ അതുപോലെ മടി പോലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും. അതുപോലെ പനി പോലുള്ള എന്തെങ്കിലും ചെറിയ പകർച്ചവ്യാധികളൊക്കെ ഉണ്ടായേക്കാം സെപ്റ്റംബർ മാസത്തിൽ. അതുപോലെ ജോലിയിൽ അമിതമായി അധ്വാനിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ശാരീരിക ക്ഷീണങ്ങളൊക്കെ ഉണ്ടാകും. ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിക്കാർക്ക് സ്ഥലം മാറ്റമോ സ്ഥാനമാറ്റമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൻ്റെ കാര്യനിർവഹണത്തിലെ വീഴ്ചകൾ കൊണ്ട് മേലുദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലുമൊക്കെ അപ്രീതിയൊക്കെ ഉണ്ടായേക്കാവുന്നതാണ്. എന്നാൽ പുതിയതായി ഈ സർക്കാർ ജോലിയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ പുതിയ നിയമന ഉത്തരവൊക്കെ സെപ്റ്റംബർ മാസത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒക്ടോബർ മാസത്തിൽ കുടുംബത്തെ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നതാണ്. എന്തെങ്കിലും ചെറിയ കുടുംബ പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നതാണ്. അതുപോലെ മടി, അതുപോലെ കാര്യതടസ്സം ഒക്കെ കാരണം ഒക്ടോബറിൻ്റെ ആദ്യ സമയത്തൊക്കെ അല്പം തടസ്സങ്ങൾ അനുഭവപ്പെടാം. എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൽ മെച്ചമുണ്ടാകുന്നതാണ്. മത്സര പരീക്ഷകളൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ അതിൽ വിജയത്തിലെത്താൻ സാധിക്കുന്നതാണ്. അവർക്കൊക്കെ ഉപരിപഠനത്തിനുള്ള സാധ്യതയും തെളിയുന്നതാണ്. അതുപോലെ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഈ ഒക്ടോബർ മാസത്തിൽ അല്പം സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുന്നതാണ്. അതുപോലെ ചിലവുകളും അല്പം വർദ്ധിക്കുന്നതാണ് ഒക്ടോബർ മാസത്തിൽ. നവംബർ മാസത്തിൽ ആരോഗ്യത്തിൽ അല്പം ബുദ്ധിമുട്ടുകളുണ്ടാകും. അസ്ഥി സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങളെ, കാൽമുട്ടുവേദന ഒക്കെ കൊണ്ട് ആരോഗ്യപരമായി അല്പം ക്ഷീണമുണ്ടാകുന്ന സമയമാണ്. അതുപോലെ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ശ്രദ്ധ ചെലുത്താത്തത് മൂലം മേലധികാരികളുടെയോ അല്ലെങ്കിൽ തൊഴിൽ തരുന്ന ആൾക്കാരുടെയോ ഒക്കെ എന്തെങ്കിലും വഴക്കുകളൊക്കെ കേൾക്കേണ്ടതായി വരുന്നതാണ്. അതുകൊണ്ട് ജോലിസ്ഥലം നവംബർ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ സാമ്പത്തിക അവസ്ഥ അധികം ദോഷമില്ലാതെ പോകുന്നതാണ്. സാമ്പത്തികാവസ്ഥ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. ഡിസംബർ മാസത്തിൽ വീടിനെ സംബന്ധിച്ച് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തുക, അതുപോലെ ഭൂമിയിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുക ചെയ്യുന്നതാണ്. അതുപോലെ വാഹനങ്ങൾക്ക് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ ഭൂമി വാങ്ങിക്കാനായിട്ട് എന്തെങ്കിലും അഡ്വാൻസൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ കരാർ സംബന്ധമായി ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊക്കെ കൂടുതൽ അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ആരെങ്കിലും പൈസ തരാനായിട്ട് മുടങ്ങിക്കിടപ്പുണ്ടെങ്കിൽ ആ പൈസയൊക്കെ ഡിസംബർ മാസത്തിൽ കൈവരുന്നതാണ്. എന്നാലും അല്പം അലച്ചിലുകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഡിസംബർ മാസം. ചെറിയ മനോവിഷമങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഇതാണ് നിങ്ങളുടെ 2025 ഗുണദോഷ ഫലങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.